ഒരു കാലത്ത് കോടി ക്ലബ്ബ് പടങ്ങൾ മലയാളത്തിന് ഏറെ വിദൂരമായിരുന്നു. ബോളിവുഡ് അടക്കമുള്ള സിനിമാ ഇൻഡസ്ട്രികൾ കോടികൾ കൊയ്യുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കാൻ മാത്രമായിരുന്നു മോളിവുഡിന്റെ വിധി. എന്നാൽ ഇന്നതാ കഥ മാറി. പ്രമേയത്തിലും മേക്കിങ്ങിലും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത മോളിവുഡിനെ കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് മറ്റ് ഇൻഡസ്ട്രികൾ. കഴിഞ്ഞ 3 വർഷത്തോളമായി സിനിമകൾക്കെല്ലാം മികച്ച കളക്ഷനാണ് ലഭിക്കുന്നത്. അന്യമായിരുന്ന കോടി ക്ലബ്ബുകൾ തുടരെ തുടരെ മലയാളത്തിന് ലഭിക്കുന്നുമുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ലോകയും ഹൃദയപൂർവ്വവുമാണ്. ലോക 100 കോടി നേടിയെങ്കിൽ ഹൃദയപൂർവ്വം 50 കോടിയും പിന്നിട്ട് പ്രദർശനം തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് മികച്ച കളക്ഷൻ നേടിയ സിനിമകളുടെ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ്. സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസാണ് റിപ്പോർട്ട്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തുടരും ആണ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം. 118 കോടിയാണ് കേരളത്തിൽ നിന്ന് മോഹൻലാൽ ചിത്രം കളക്ട് ചെയ്തത് എന്ന് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് റിപ്പോർട്ട്. 86 കോടിയുമായി എമ്പുരാനാണ് രണ്ടാമത്. റിലീസ് ചെയ്ത് വെറും 11 ദിവസം പിന്നിട്ട് ലോക ചാപ്റ്റർ ചന്ദ്രയാണ് മൂന്നാം സ്ഥാനത്ത് എന്നതും ശ്രദ്ധേയമാണ്. 30 കോടി രൂപ ലഭിച്ചാൽ കേരളത്തിലെ എമ്പുരാനെ വീഴ്ത്താൻ ലോകയ്ക്ക് സാധിക്കും. ലിസ്റ്റിൽ ഒരു തമിഴ് ചിത്രം മാത്രമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. രജനികാന്ത് നായകനായി എത്തിയ കൂലിയാണ് ചിത്രം. 25 കോടിയാണ് കേരളത്തിൽ നിന്ന് ചിത്രം നേടിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. 2025 കേരളത്തിൽ നിന്ന് മികച്ച കളക്ഷൻ നേടിയ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാം സ്ഥാനം തുടരും 118.90 കോടി. രണ്ടാം സ്ഥാനം എമ്പുരാൻ 86.3 കോടി. മൂന്നാം സ്ഥാനം ലോക 51.76 കോടി. നാലാം സ്ഥാനം ആലപ്പുഴ ജിങ്കാന 38.4 കോടി. അഞ്ചാം സ്ഥാനം ഓഫീസർ ഓൺ ഡ്യൂട്ടി 29.75 കോടി. ആറാം സ്ഥാനം രേഖാചിത്രം 26.85 കോടി. ഏഴാം സ്ഥാനം ഹൃദയപൂർവ്വം 26.10 കോടി. എട്ടാം സ്ഥാനം കൂലി 25 കോടി. ഒമ്പതാം സ്ഥാനം പ്രിൻസ് ആൻഡ് ഫാമിലി 17 കോടി. പത്താം സ്ഥാനം നരിവട്ട 17.25 കോടി.